പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന ശുശ്രൂഷയുടെ 52ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് മാന്നാറിൽ നിന്നുള്ള നിയ എബ്രഹാം എന്ന മകളുടെ ഒരു സാക്ഷ്യമാണ്. എൻ്റെ പേര് നിയ എബ്രഹാം, ഞാൻ മാന്നാറിൽ നിന്നാണ് വരുന്നത്. സാക്ഷ്യം ചെറിയൊരു സാക്ഷ്യമാണ്. പക്ഷേ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ട് കുഞ്ഞുങ്ങളൊന്നുമില്ലാത്ത ഒരു ദമ്പതികളാണ്. അപ്പോൾ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഇതൊന്നുമല്ല. ഈ മകളുടെ ഒരു ചെറു പ്രായത്തിലുള്ളൊരു മകളാണ്, പക്ഷെ അവളുടെ വിശ്വാസം വലുതാണ്. കൃപാസനത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ അൾത്താരയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ മകളുടെ അടിവയറ്റിൽ പുരട്ടാൻ പറഞ്ഞ് ഈ സൈത്ത് കൊടുക്കുമ്പോൾ തൽക്ഷണം ഈ മകളുടെ ബ്ലീഡിങ് നിൽക്കുന്നുണ്ട്. അതാണ് ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം. ഇനി വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ട് ഈ മകൾക്ക് നിയയ്ക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ കൃപാസനത്തിലിട്ട് വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഈ മകൾ ആശുപത്രിയിൽ പോകുന്നുണ്ട്, എന്താണ് കാരണമെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അറിയുന്നത് ഹസ്ബൻഡിന് കൗണ്ടില്ല, ഈ മകൾക്കാണ് PCOD ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ഹസ്ബൻഡിന് കൗണ്ടില്ലാത്തത് കൊണ്ട് പറഞ്ഞത് ഇപ്രകാരമാണ്, അവർ IVF ചെയ്യണമെന്ന് പറഞ്ഞു. ഇവർ കത്തോലിക്ക വിശ്വാസികളാണ്. നമുക്കറിയാം തിരുസഭ നമ്മുടെ മോറൽ എത്തിക്സിൽ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. കാരണം ഒരു ജീവനുള്ള കുഞ്ഞിന് വേണ്ടി അനേകം ജീവനെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ IVF പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ ഒരു കുഞ്ഞിന് മാതാപിതാക്കൾ ജന്മം കൊടുക്കുന്നു. അത് മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിന് എതിരായിട്ടുള്ള, അതുമല്ലെങ്കിൽ 5ാം പ്രമാണത്തിനെതിരായിട്ടുള്ള പാപമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞു IVF ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെയാണ് ഈ മകള് നിയ എന്ന മകള് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നു. ഉടനടി ഈ മകൾ ഗർഭിണിയായി. പക്ഷേ ബ്ലീഡിങ് വരുന്നു. ഈ ബ്ലീഡിങ് വന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കാണുന്നു. അച്ഛൻ പ്രാർത്ഥനാപൂർവം കൊടുത്ത സൈത്ത് വിശ്വാസപ്രമാണം ചൊല്ലി വയറിൽ തേച്ച മാത്രയിൽ തൽക്ഷണമാണ് ആ മകള് സുഖം പ്രാപിക്കുന്നത്, ബ്ലീഡിങ് നിൽക്കുന്നത്. വീണ്ടും ഈ മകള് ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, മറ്റൊന്നുമല്ല. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവർ സ്കാനിങ് ചെയ്തപ്പോൾ എൻ്റെ യൂട്രസ് കുറച്ച് ഓപ്പൺ ആയിരുന്നു. 3 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ലതായിട്ട് ബെഡ് റെസ്റ്റ് എടുക്കണം. ഇങ്ങനെ ഈ മകളിപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടിയിൽ തന്നെ മുന്നേറി, മരിയൻ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ തന്നെ ആയുധമാക്കിക്കൊണ്ടാണ് ഈ നാളുകളിലെല്ലാം ഞാൻ മുന്നേറിയത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 25 എന്നുള്ളൊരു ഡേറ്റ് ഈ മകൾക്ക് കിട്ടുന്നു. ആ 25-ാം തീയതി പോയി സ്കാൻ ചെയ്യുമ്പോൾ ഈ മകളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നു. നോർമലായിട്ട് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നു. അതായത് യൂട്രസ് ഓപ്പണിംഗ് ഒന്നും ഉണ്ടായില്ല. മാസമെല്ലാം തികഞ്ഞ് ഒരു കുഞ്ഞിനെ, ആരോഗ്യവതിയായിട്ടുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുന്നു. പെൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ മരിയ എന്ന പേര് ഈ കുഞ്ഞിന് കൊടുക്കാമെന്ന് ഈ അമ്മ നേരുന്നുണ്ട്. അങ്ങനെ തന്നെ മരിയയുമായിട്ട് വന്നാണ് ഈ സാക്ഷ്യം പറയുന്നത്. ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം, ഈ നമ്മുടെ കൃപാസനത്തിൽ ഒരിക്കലും ഞാൻ കൃപാസനം പത്രം എഡിറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മളൊരിക്കലും 2 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതികളുടെ സാക്ഷ്യം ഒരിക്കലും ഇടത്തില്ല. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ സ്റ്റാൻഡിങ് ഓർഡർ തന്നിട്ടുണ്ട്, വ്യക്തമായ കാരണങ്ങളില്ലാത്ത സാക്ഷ്യങ്ങൾ. അത് 10 വർഷത്തിന് മുകളിലുള്ള വിഷയങ്ങളാണ് നമ്മൾ നമ്മുടെ പത്രത്തിലിടാറ്, സാക്ഷ്യക്കോളത്തിൽ. അപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഈ മകള് കർത്താവിനാൽ നയിക്കപ്പെടുന്ന ഒരു മകളായതുകൊണ്ടാണ് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. ഒത്തിരിയേറെ മക്കൾ ഇവിടെ അൾത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനൊരു വാക്ക് പ്രയോഗിക്കാറുണ്ട്. ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു പോയി ഉടമ്പടി എടുക്കുക, നിൻ്റെ വിഷയത്തിന് തീരുമാനം ഉണ്ടാവും. അപ്പോഴും അതായത് ലോകത്തിൻ്റെ അരൂപിയാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ കഴിവിൽ, മെറിറ്റിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും തകർച്ചകളുടെ പടുകുഴിയിൽ വീഴുമ്പോഴാണ്
വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പെന്ന പോലെ അവസാനം എല്ലാം പരാജയപ്പെടുമ്പോഴാണ് പല മക്കളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയ്ക്ക് അടിയറ വെച്ച് ഇനി മാതാവ് എന്തെങ്കിലും തീരുമാനിച്ചാലേ ഉള്ളൂ എന്ന് അവസാന വാക്കെന്നോണം പറയുന്നത്. പക്ഷേ അത് ആദ്യമേ പറയേണ്ട ഒരു വാക്കാണ്. പരിശുദ്ധ അമ്മ ആണ് അതിൻ്റെ യഥാർത്ഥ മാതൃക. പരിശുദ്ധ അമ്മ ജീവിതത്തിൻ്റെ ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും എപ്പോഴും പറഞ്ഞിരുന്നൊരു വാക്കാണത്. ഇതാ കർത്താവിൻ്റെ ദാസി. മംഗളവാർത്താ സന്ദേശത്തിൽ തൻ്റെ ഇളയമ്മയായ എലിസബത്ത് ഗർഭിണിയാണ് എന്ന ആ ഒരു സന്ദേശം, ദൈവിക സന്ദേശം കൈമാറുമ്പോൾ തന്നെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൊടുന്നനെ തിടുക്കത്തിലാണ് എലിസബത്തിനെ സന്ദർശിക്കാൻ പരിശുദ്ധമ്മ യാത്രയാകുന്നത്. മരിയൻ ഉടമ്പടി എടുക്കാൻ വേണ്ട ഒരു മനോഭാവം ഇത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാക്ഷി ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണമാണ് 2 വർഷത്തിനുള്ളിൽ ഈ മകളുടെ വിഷയത്തിൽ ഒന്നും നടന്നില്ല വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഈ മകൾക്ക് ഒരു വലിയ ദൈവിക ബോധ്യം ലഭിക്കുകയാണ്. ഉടമ്പടി എടുത്താൽ എൻ്റെ വിഷയത്തിന് തീരുമാനമുണ്ടാകും. അങ്ങനെ ആ മകൾക്ക് ബോധ്യം ലഭിച്ചത് കൊണ്ട് മാത്രമായില്ല, ഇവിടെ വന്നപ്പോൾ ആ ഉടമ്പടിയിൽ ദൈവപിതാവ് ഒപ്പിട്ടു. അതിന് ആ മകൾക്ക് തക്ക വിശ്വാസം ഉണ്ടായിരുന്നു. ആ മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ജീവിതചര്യയിൽ വന്ന മാറ്റം. ആത്മീയമായിട്ട് ഞാൻ ബൈബിൾ വായിക്കാനും പള്ളിയിൽ പോകുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. ദിവ്യബലിയെടുക്കുന്നതോടൊപ്പം തന്നെ തിരുവചനം വായിച്ച് ശക്തിയോടെ, ആന്തരിക ശക്തിയോടെ മുന്നേറുവാൻ ഈ മകൾക്ക് മരിയൻ ഉടമ്പടി വഴി സാധിച്ചു. അപ്പോൾ ഈ പ്രത്യേക സാക്ഷ്യം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഇപ്പോൾ ഒരുപാട് വചനങ്ങൾ വരുന്നുണ്ട്. അത് പരിശുദ്ധ അമ്മയാണ് ആദ്യം എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത്. എല്ലാ കുറവുകളും, ജീവിതത്തിൻ്റെ എല്ലാ കഴിവില്ലായ്മകളും എല്ലാം ശക്തനായവനിൽ ആശ്രയിക്കേണ്ട ഒരു വാതിലാണ്. അതുമല്ലെങ്കിൽ ദൈവ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തി നമ്മളെ ഉയർത്താനുള്ള ദൈവിക പദ്ധതിയാണെന്ന് ആദ്യം തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നത് രക്ഷകനെ ഉദരത്തിൽ സ്വീകരിച്ച പരിശുദ്ധ അമ്മ തന്നെയാണ്. അമ്മയുടെ സ്തോത്രഗീതത്തിൽ അമ്മ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുന്ന പ്രകാരമാണ് അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥയെ തൃക്കൺ പാർത്തു. അതെ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇപ്പോഴും ശക്തനായവൻ്റെ വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ടാണ്. അതാണ് ലൂക്ക 1:35. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പരിശുദ്ധ അമ്മയുടെ ആ സന്ദേഹം ദൂതനോട് കൈമാറുമ്പോൾ ദൂതൻ മറുപടി പറയുന്നത് പ്രകാരമാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. 2 വർഷമായിട്ട് ഭർത്താവിന് കൗണ്ടില്ല. ഈ മകൾക്ക് PCODയും അനുബന്ധ വിഷയങ്ങളും ഉണ്ട്. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ വന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കാനായിലെ ഏത് കുറവുള്ള വീഞ്ഞുള്ള അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ആ കാനായിലെ അതേ ജീവിതാവസ്ഥ ആണ് നിൻ്റെ ജീവിതത്തിൽ ഉള്ളതെങ്കിലും അവിടെ എല്ലാം ദൈവത്തിൻ്റെ കൃപ, ആത്മാവിൻ്റെ ശക്തി പ്രവർത്തിച്ചിട്ട് അതെല്ലാം നിറവുകളാക്കി മാറ്റും. അതാണ് മരിയൻ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വീണ്ടും ഈ മകൾ പറയുന്നുണ്ട്, ആ സൈത്ത് പുരട്ടിയ മാത്രയിലാണ് എൻ്റെ ബ്ലീഡിങ് നിലച്ചത്. അതും കർത്താവിൻ്റെ വലിയ ശക്തി. രക്തസ്രാവ രോഗി വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ ആ വസ്ത്രത്തിൽ വിളിമ്പിൽ സ്പർശിച്ച മാത്രയിൽ ആ രക്തം നിലച്ചതുപോലെ, ബ്ലീഡിങ് നിലച്ചതുപോലെ തന്നെയാണ് ഈ മകളുടെ ആ വിശ്വാസത്തിൻ്റെ ആഴം. അത്ര വലുതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ആഗ്രഹവും പ്രയത്നവും ഒന്നുമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതെ, കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഓരോരോ ഇടങ്ങളിലായിരിക്കുന്നത്. അത് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് മരിയൻ സ്തോത്രഗീതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതെ, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമ്മളൊക്കെ ഓരോരോ വാക്കുകളും മനഃപ്പാഠമാക്കി ജീവിതത്തിൽ അതേപടി നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നമുക്കറിയാം, പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ഈശോയെ പിഞ്ചെന്ന ഒരു വ്യക്തി ലോകത്തിലില്ല. നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ വേറൊരു വ്യക്തിയില്ല. കാരണം എല്ലാവരും വിശ്വാസത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിൽ വീണുപോയിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മ അചഞ്ചലയായി കുരിശിൻ്റെ ചുവട് വരെ, അതുമല്ലെങ്കിൽ
യേശുവിൻ്റെ മരണത്തിന് ശേഷം സഭാ സ്ഥാപനം വരെ, അതുമല്ലെങ്കിൽ ഇപ്പോൾ ഈ ഭൂമിയിൽ സഭ ആയിരിക്കുന്നിടത്തോളം കാലം പരിശുദ്ധ ദൗത്യം നമ്മുടെയൊക്കെ ദൈവമക്കളുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ട് തുടരുന്നുണ്ട്. അതുകൊണ്ട് അമ്മയെ നമുക്ക് പ്രത്യേകമായിട്ട് മാതൃകയാക്കാം. വീണ്ടും എൻ്റെ മനസ്സിലോട്ട് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ധ്യാനിക്കുന്ന ഒരു വചനമുണ്ട്, എസെക്കിയേൽ പ്രവാചകൻ്റെ ഈ പുസ്തകത്തിൽ. ഈ മകളെ ഈ കൃപാസനത്തിലോട്ട് എത്തിച്ച ഒരു ആത്മാവുണ്ട്. അത് ഇടയൻ നേരിട്ട് വഴി നടത്തുന്ന ഒരു ആടിൻ്റെ കൂട്ടത്തിലുള്ള ഒരു മകളാണിത്. അതാണ് എൻ്റെ മനസ്സിലോട്ട് രണ്ടാമതായിട്ട് വന്ന ചിന്ത. അതായത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ നല്ല ഇടയനെ പറ്റിയുള്ള ഒരുപാട് ചിന്തകൾ സുവിശേഷകൻ പങ്കുവയ്ക്കുന്നുണ്ട്. ആടുകൾ ഇടയൻ്റെ സ്വരം ശ്രവിക്കും, ഇടയനെ പിഞ്ചൊല്ലുന്നു, ഞാനാണ് വാതിലെന്ന് പറയുന്നു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും ഒക്കെ ആണ് കള്ളം വരുന്നത്, പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത, എപ്പോഴും ഈശോയാൽ നയിക്കപ്പെടുന്ന, ഈശോയാകുന്ന ഇടയനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ 23-ാം സങ്കീർത്തനം പറയുന്നത് പോലെ എപ്പോഴും നമ്മളെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നമ്മളൊക്കെ നടക്കുന്നതെങ്കിലും ഒരു പച്ചപ്പും ഇല്ലെങ്കിലും ആ ഇടയൻ്റെ വടി, ഊന്നുവടിയും ദണ്ടും നമുക്ക് ഉറപ്പേയും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം, ഒരു മകൻ അൾത്താരെ പറഞ്ഞ പ്രകാരമാണ്, മരിയൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇവർ പുറത്താണ്, വീട്ടിൽ താമസിക്കുന്ന പ്രായമായ അപ്പനും അമ്മയാണ്. അപ്പോൾ 10 ലക്ഷം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെ ജപ്തി നോട്ടീസുമായിട്ട് ബാങ്കുകാർ വന്നു. അപ്പോൾ ഈ മകൻ അൾത്താരയിൽ സാക്ഷ്യം പറയുന്ന പ്രകാരമാണ്, പണ്ടാണെന്നുണ്ടെങ്കിൽ ജപ്തി എന്ന് കേൾക്കുമ്പോൾ ഞാൻ ആലില പോലെ വിറയ്ക്കും, ഭയന്ന് വിറയ്ക്കും. പക്ഷെ ഉടമ്പടി എനിക്ക് നൽകുന്നത് ആത്മധൈര്യത്തിൻ്റെ വലിയൊരു അനുഭവമാണ്. എനിക്ക് ഈ ജപ്തി എന്ന് കേട്ടപ്പോൾ ഒന്നും തോന്നിയില്ല. ഞാൻ നാട്ടിൽ വന്ന് അപ്പോൾ തന്നെ 1 ലക്ഷം രൂപ പരിശുദ്ധ അമ്മയുടെ കൃപയാൽ അമ്മ നേരിട്ട് ഇടപെട്ട് എനിക്ക് അടയ്ക്കാൻ സാധിച്ചു. ഇപ്പോൾ ഞാൻ ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത് 10 ലക്ഷം രൂപയും അടച്ച് ആധാരം തിരികെ എടുത്താണ് നിങ്ങളുടെ മുമ്പിൽ. ഒരു ഓർത്തഡോക്സ് മകൻ്റെ സാക്ഷ്യമാണ്. ആ സാക്ഷി ഇടിവിട്ട് പോലെയാണ് ഈ മകൻ അൾത്താരയിൽ എന്ന് പറയുന്നത്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ്, യാതൊരു വഴിയും കാണാത്ത രീതിയിലാണ് നിന്റെ നടത്തമെങ്കിൽ, ഇടയനാണ് നിന്നെ നയിക്കുന്നതെങ്കിൽ, കർത്താവാണ് നിന്നെ നയിക്കുന്നതെങ്കിൽ, തക്ക സമയത്ത് നിന്നെ പ്രശാന്തമായ ജലാശയത്തിൻ്റെ അരികിലേക്ക് അവൻ ആനയിച്ചുകൊണ്ടിരിക്കും. ഇന്ന് തിരുസഭ നല്ലിടയൻ്റെ ഞായർ സഭ കൊണ്ടാടുന്ന ഒരു ദിവസം കൂടിയിട്ടാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായം 15-ാം തിരുവചനത്തിലാണ് ഞാൻ ഇതുവരെ പറഞ്ഞ ആ വചനമുള്ളത്. ശക്തമായിട്ടൊരു വചനമാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ധ്യാനിക്കണം കേട്ടോ. അത് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും, ഞാൻ അവയ്ക്ക് വിശ്രമ സ്ഥലം നൽകും. ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ മക്കളും ഈ ഒരു പരിശുദ്ധ അമ്മയുടെ സഞ്ചാര സാന്നിധ്യം പേറുന്ന, ഇടയനാൽ നയിക്കപ്പെടുന്ന ഒരു ജനമാണ്. അപ്പോൾ ഈ ഇടയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇടയൻ എപ്പോഴും ആടുകൾക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇടയൻ്റെ സ്വരം ശ്രവിക്കാൻ തയ്യാറാകണം. അതിനു വേണ്ടിയിട്ടാണ് മരിയൻ ഉടമ്പടിയിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ വചനം ശ്രവിക്കുന്നവരാകണം. 1/2 മണിക്കൂർ തിരുവചനം വായിക്കണം. 1/2 മണിക്കൂർ എപ്പോഴെങ്കിലും സമയം കിട്ടും. നിങ്ങൾ ഒരുപാട് ജോലികൾ, നമുക്കറിയാം, എല്ലാവർക്കും ദൈവം 24 മണിക്കൂർ ഒരു ദിവസത്തിൽ അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആർക്കും അതിൽ കുറവൊന്നുമില്ല. അപ്പോൾ ഈ ഒരു 24 മണിക്കൂറിൽ ഒരു 1/2 മണിക്കൂർ സമയം നിങ്ങൾ ഈശോയുമായിട്ടിരിക്കണം. എന്നാൽ മാത്രമല്ല ഇടയൻ്റെ സ്വരം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇടയൻ എപ്പോഴും നിന്നെ പ്രശാന്തമായ തീരത്തിലേക്ക് ആനയിക്കുന്ന വ്യക്തിയാണ്. അതുമല്ലെങ്കിൽ നിനക്ക് വിശ്രമം അരുളുന്ന ആളാണ്. അതെ, നിനക്ക് നന്മയായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഇടയൻ നിനക്ക് അനുവദിച്ചു തരികയുള്ളൂ ജീവിതകാലം മുഴുവനും. അതാണ് 23-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനൻ പറയുന്നത് ഇപ്രകാരമാണ്: ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കാരുണ്യവും നിന്നെ പിന്തുടരും. അതെ, ജീവിതകാലം മുഴുവനും നന്മയും കാരുണ്യവും പിന്തുടരാൻ പോന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചെറിഞ്ഞ ഒരു മകളുടെ സാക്ഷ്യമാണ് നമ്മളിന്ന് വിശകലനം ചെയ്തത്. ആ മകൾ പറയുന്ന പ്രകാരമാണ്:
ഈ ഒരു മരിയൻ ഉടമ്പടിയിൽ വന്നതോടുകൂടി ആത്മീയ ജീവിതത്തിൽ ഒരുപാട് പുനഃക്രമീകരണങ്ങൾ വന്നു. അത് എൻ്റെ ജീവിതത്തിലെ എല്ലാ പോരായ്മകളും കുറവുകളെ നിറവുകളാക്കിയാണ് മാറ്റിയത്. അങ്ങനെയാണ് ആ മകൾ ഇവിടെ സാക്ഷ്യം പറയുന്നത്. കുഞ്ഞു മകളാണ് ആ മരിയ എന്ന ആ മകളുമായിട്ട് ലഭിച്ച ആ കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധമേ ദൈവമാതാവേ, മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ നീ സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഈ നെല്ലിടയൻ ഞായർ കൊണ്ടാടുന്ന ഇന്നേ ദിനത്തിൽ എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത് പോലെ ഇടയനാൽ നയിക്കപ്പെടുന്ന ഒരു അജഗണമാകാൻ, ഇടയൻ്റെ സ്വരം മാത്രം ശ്രവിച്ച് മുന്നേറുന്ന ഒരു ഉടമ്പടി ജനതയായി ഈശോയെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ജീവിതത്തിൽ പല വിഷയങ്ങൾക്കും ഒരു ഉത്തരം കിട്ടാതെ വലയുന്ന മക്കളുണ്ട്. ഈശോയെ ആ മക്കൾക്ക് ഉടമ്പടിയുടെ ബലത്തിൽ ആത്മധൈര്യത്തിൻ്റെ വലിയ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ദൈവിക തീരുമാനങ്ങളുണ്ടായി പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആലോചനകളെ പിന്തുടർന്നുകൊണ്ട് ശരിയായ തീരുമാനങ്ങൾ അതിവേഗം നടപ്പിൽ വരുത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈശോയെ അവരുടെ ജീവിത വിഷയങ്ങൾക്ക് എത്രയും വേഗം നീ പ്രതിസന്ധി കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.